മോദിയെ അടിച്ചിരുത്തി ട്രംപ് അധികാരത്തിൽ വന്നാൽ കാര്യങ്ങളൊക്കെ താൻ കരുതും പോലെയെന്ന് മോദി കിനാ കണ്ടതൊക്കെ വെറുതെയായി. ഇപ്പോഴിതാ രാജ്യത്തെ പ്രതിപക്ഷം ഉയർത്തിയ ആവശ്യങ്ങളോടൊപ്പം നിലയുറപ്പിച്ചുകൊണ്ട് ട്രംപ് പറയുന്നു EVM വിശ്വാസയോഗ്യമല്ല. എന്തിനാണ് ഇനിയും അതേ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വോട്ട് ചെയ്യാൻ ഇന്ത്യക്കാരെ നിർബന്ധിക്കുന്നത്? അതുകൊണ്ട് എത്രയും വേഗം ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചുവിടാൻ മോദിയോട് ട്രംപ് നിർദ്ദേശിക്കുകയാണ്. കഴിഞ്ഞ ഹരിയാന, മഹാരാഷ്ട്ര, എന്തിന് ഇക്കഴിഞ്ഞ ഡൽഹി തെരഞ്ഞെടുപ്പ് പോലും അട്ടിമറിയിലൂടെയാണ് BJP വിജയിച്ചത് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ മഹാരാഷ്ട്രയിലെ ഒറ്റ കെട്ടിടത്തിന്റെ പേരിൽ മാത്രം വോട്ടർ പട്ടികയിൽ 7000 വോട്ടുകളാണ് കടന്നുകൂടിയത്. അങ്ങനെ മൊത്തം 75 ലക്ഷം വോട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വെറും 6 മാസങ്ങൾക്ക് ശേഷം നടന്ന മഹാരാഷ്ട്രയിൽ അധികമായി EVMൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രവുമല്ല, EVM ഒരു പകല് മുഴുവൻ വോട്ട് ചെയ്ത പിന്നെയും ഒരാഴ്ച സ്റ്റോർ റൂമിലിരുന്ന വോട്ടിംഗ് മെഷീനിൽ വോട്ടെണ്ണൽ ദിനത്തിൽ 99% ചാർജ് ഉണ്ടായിരുന്നു. എങ്ങനെയെന്ന ചോദ്യത്തിന് യാതൊരു ഉത്തരവും നൽകാൻ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനും കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഹരിയാന തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥികളെ ജനങ്ങൾ ആട്ടിയോടിക്കുന്ന ചിത്രങ്ങളും BJP കൊടികൾ നാട്ടിയിടത്ത് ഒപ്പത്തിനൊപ്പം കരിങ്കൊടികൾ ചേർത്ത് വെച്ച് ജനങ്ങൾ പ്രതിഷേധിച്ചതുമൊക്കെ ആ സമയത്ത് നമ്മൾ നിരന്തരം കണ്ടതാണ്. അതുമാത്രവുമല്ല, കർഷകരും കായിക താരങ്ങളുമടക്കം BJPക്കെതിരെ കനത്ത വെല്ലുവിളി ഉയർത്തിയ ഒരു സമയം കൂടിയായിരുന്നു അത്. ഇവിടെ വിനേഷ് ഫോഗട്ട് അടക്കമുള്ള കായിക താരങ്ങൾക്ക് രാഹുലിനോടൊപ്പം ചേർന്ന് കോൺഗ്രസിന് കൈകൊടുക്കുകയും വിനേഷ് ഫോഗട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചതുമൊക്കെ BJPയോടുള്ള കനത്ത എതിർപ്പ് മൂലമാണ്. കൃത്യമായി പറഞ്ഞാൽ ഹരിയാനയിൽ BJP വിജയിക്കാൻ യാതൊരു രാഷ്ട്രീയപരമായ സാഹചര്യവും ഇല്ലാതിരിക്കുമ്പോൾ കനത്ത ഭൂരിപക്ഷത്തിലാണ് ഓരോ മണ്ഡലങ്ങളും അവർ വിജയിച്ചു വന്നത്. ഇവിടെ ഫലമെണ്ണി തുടങ്ങിയ ആദ്യ മണിക്കൂറുകളിൽ കോൺഗ്രസ് തരംഗമായിരുന്നു. എങ്കിൽ അവസാന നിമിഷത്തിൽ വളരെ പെട്ടെന്നായിരുന്നു BJP വിജയിച്ചു കയറിയത്. ആ നിമിഷത്തിൽ തന്നെ കോൺഗ്രസ് ഉറച്ച ശബ്ദത്തിൽ 20 മണ്ഡലങ്ങളുടെ കണക്കുകൾ വരെ നിരത്തിക്കൊണ്ട് അട്ടിമറി എന്ന് രേഖാമൂലം കമ്മീഷന് അറിയിപ്പ് നൽകിയതാണ്. അപ്പോൾ BJPക്ക് ഒത്താശ പാടുന്ന കമ്മീഷൻ പറഞ്ഞത് കോൺഗ്രസ് തോറ്റതിൻ്റെ ചുരുക്കു തീർക്കരുത് എന്നായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് കോൺഗ്രസ് രണ്ടും കൽപ്പിച്ച് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇവിടെ ഈ വിഷയത്തിൽ ഒരു വിധിക്കായി രാജ്യത്തെ പ്രതിപക്ഷം കാത്തിരിക്കുമ്പോഴാണ് മോദി പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒറ്റയ്ക്കൊരു രാത്രിയിൽ നിയമിക്കുന്നത്. ഇത്തരത്തിൽ രാജവാഴ്ചയ്ക്ക് തുല്യമായ ജനാധിപത്യത്തിലൂടെയാണ് മോദിയും ഇന്ത്യയും കടന്നു പോകുന്നത്. അവിടെയാണ് ഉറ്റ സുഹൃത്തായ ട്രംപ് പോലും പറയുന്നത്, സുഹൃത്തെ മോദി, EVM ഒഴിവാക്കി ബാലറ്റിലേക്ക് തിരിച്ചു പോകൂ. ഇതിലും വലിയൊരു അടിച്ചിരുത്തൽ സ്വന്തം സുഹൃത്തിൽ നിന്നും മോദിക്ക് കിട്ടാനില്ല. തൻ്റെ സുഹൃത്തായിട്ടും രാജ്യത്തെ പ്രതിപക്ഷത്തോടൊപ്പമാണ് ട്രംപ് നിലയുറപ്പിക്കുന്നത്. അല്ലെങ്കിലും മോദിയുടെ 3ാം ഊഴത്തിൽ ട്രംപ് രണ്ടാമതും അധികാരത്തിൽ കയറുമ്പോൾ മോദി കരുതിയതിന് വിപരീതമായ രീതിയിലാണ് ട്രംപ് പെരുമാറുന്നത്. അതിന് ഉത്തമ ഉദാഹരണമാണ് ട്രംപിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് മോദിയെ ക്ഷണിക്കാതെ പോയത്. ഒടുക്കം 4ാമനായി മോദി അമേരിക്കയിൽ പോയി ട്രംപിനെ കണ്ടിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല. എന്തിനു പറയുന്നു, വിലങ്ങ് വെച്ച ഇന്ത്യക്കാരുടെ ആ വിലങ്ങ് പോലും മോദിക്ക് അഴിച്ചു മാറ്റാനായില്ല. ഇത്തരത്തിൽ ഗതികെട്ട് അമേരിക്കയ്ക്ക് മുൻപിൽ അടിയറവ് വയ്ക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ ഇതിനു മുമ്പ് ഇന്ത്യ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അതുകൊണ്ട് കൂടിയാണ് ട്രംപിന് മുൻപിൽ കൈവിലങ്ങ് വെച്ച് മോദി ഇരിക്കുന്ന ചിത്രം വിഘടന പോലുള്ള മാധ്യമങ്ങൾ പങ്കുവച്ചത്.